ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ ഇന്നത്തെ വീഡിയോ? ഇത്രയും ബിൽഡപ്പൊക്കെ വേണമെന്നായിരിക്കും. എന്തായാലും നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കനും പൊട്ടാറ്റോയും നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഓവനിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ബാക്കി ജ്യൂസിനുള്ള ഐറ്റംസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം അതുപോലെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ വലിച്ചു വരെ എടുത്തിട്ടുണ്ട്. എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചു. ബാക്കി അതിൻ്റെ കൂടെ കുറച്ച് 2-3 ഐറ്റംസും കൂടെ ഉണ്ട്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അല്ലാതെ വീഡിയോയിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഇതല്ലാതെ നമ്മുടെ സാധാരണ നോർമൽ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അല്ലാതെ കുറച്ച് മസാലാസ് ഞാൻ വേറെ ടൈപ്പും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പം കാണിച്ച വീഡിയോ നേരത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നോമ്പിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ നോമ്പ് തുറ റെസിപ്പീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ കമൻസിൽ അറിയിക്കണേ. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ ഞാൻ മസാല പുരട്ടി വെച്ചതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് സമോസ ലീഫ് ചുറ്റാന്ന് വെച്ചു. അങ്ങനെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയ മസാലയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഈ മസാല കൊണ്ട് തന്നെ ഞാൻ 3 ഐറ്റംസാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിലല്ല പല പല ഷേപ്പിലും കാര്യങ്ങൾക്ക് നമുക്ക് ആ മസാലാസ് തന്നെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഇതും പൊട്ടാറ്റോ റെസിപ്പി തന്നെയാണ്. അതിനകത്ത് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും മസാലാസും ഒക്കെ ഇടുന്നേ ഉള്ളൂ. പിന്നെ ബാക്കി വന്ന മുട്ടയ്ക്കകത്ത് കളയണ്ടല്ലോ, അങ്ങനെ കുറച്ച് മൈദാമാവും കൂടെ കലക്കി ബാക്കി ഷീറ്റ് ഒട്ടിക്കാനാണെങ്കിലും ഇതും രണ്ടാമത്തെ ഒരു ഐറ്റമാണ്. അങ്ങനെ അതും ഒട്ടിച്ചു. പിന്നെ ബാക്കി സമോസയ്ക്കുള്ളതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിലത്തെ ഇഫ്താർ റെസിപ്പീസൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? ഇത് കാണുന്ന ചിലർക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, നോമ്പിന് ഇത്ര അലങ്കാരം വേണമെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ നോമ്പ് കുറിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് ഐറ്റംസൊക്കെ ഇരിക്കുന്ന കാണുമ്പം നമ്മളെല്ലാം കാണുമ്പോൾ തന്നെ വയറ് നിറയാമെന്ന് പറയില്ലേ. അല്ലാതെ തന്നെ നമ്മൾ നോമ്പ് കുറിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു അലങ്കാരം, നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുകൊണ്ട് തന്നെയുള്ള 3 ഐറ്റംസും പിന്നെ മറ്റേ പഴയ മസാലാസ് കൊണ്ടുള്ള ഒരു സമോസ. പിന്നെ ബാക്കി ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ, ഫ്രൂട്ട്സ്, ജ്യൂസ്, ഡേറ്റ്സ്, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് തന്നെയാണ് ഞങ്ങളും എടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി റെസിപ്പീസ് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ ഏതാണ്ട് 3ാമത്തെ സെക്ഷനായ നമ്മുടെ നോർമൽ ചീസി സമൂസയാണത്. അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നല്ല രസമല്ലേ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് വലിച്ചെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ചീസ് ലവേഴ്സിന് ഭയങ്കര ടേസ്റ്റും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു ചീസ് ലവറാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു സ്ട്രെച്ചബിളായിട്ട് വലിച്ച് കിട്ടുമ്പം. അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അന്നേരം എപ്പോഴും നമുക്ക് കുക്കിങ്ങിൻ്റെ ഇതായിട്ട് നമുക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. സമയമാകുമ്പം എടുത്ത് പൊരിച്ച് മാത്രം മതിയല്ലോ. അങ്ങനെ ബാക്കി ഷവർമ്മയ്ക്കുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പൊറോട്ടയ്ക്ക് എടുത്ത മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതങ്ങ് ഷവർമ്മയാക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് ചീത്തയായി പോവും. അങ്ങനെ അതും ചുട്ടെടുത്തു. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓവനിൽ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത്, പിന്നെ ബാക്കി ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ചെയ്യേണ്ട, കട്ട് ചെയ്ത് ഫുൾ മാരിനേറ്റ് ചെയ്തായിരുന്നു ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിലോ അല്ലാതെ ഓവനിലോ പൊരിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ. അങ്ങനെ ജസ്റ്റ് മയണൈസ് തേക്കുന്നില്ല, കുറച്ച് നേരം പുറത്തിരിക്കാനുള്ളതിലേന്ന് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാണ്. എന്നിട്ട് ബാക്കി ചിക്കനും വെച്ച് കൊടുത്ത് പൊട്ടാറ്റോയും വെച്ച് കൊടുത്ത് അങ്ങ് റോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ജസ്റ്റ് ഒരു അറബിക് സമൂസ എന്നൊക്കെ പറയത്തില്ലേ, അത് വേറെ സോസും കൂടെ ഉണ്ട്. ഞാനിപ്പം ജസ്റ്റ് തട്ടിക്കൂട്ടൽ സമൂസ എന്ന് പറയാം, തട്ടിക്കൂട്ടൽ ഷവർമ്മ. അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലോഡാണെന്ന് തോന്നുന്നു, പക്ഷെ ഇതൊന്നും പോവില്ല. ഇതെല്ലാം ജസ്റ്റ് ഫ്രീസറിലോട്ട് തന്നെ പോകും. എന്നിട്ട് കുറച്ചായിട്ട് എടുക്കത്തേ ഉള്ളൂ. എല്ലാം വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കുകയോ ഇത്ര ഐറ്റംസ് ഉണ്ടോ എന്നൊന്നും പേടിക്കണ്ട. കുറച്ച് ഐറ്റംസ്, പൊരിപ്പ് ഐറ്റംസൊക്കെയാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ.
അങ്ങനെ അതും പൊരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞു മോനുണ്ടായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ബാക്കി പെട്ടെന്ന് ഇഫ്താർ ടൈമിൽ ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാ എല്ലാ വീട്ടമ്മമാരും ഒരുവിധം എല്ലാവരും ചെയ്തു വെക്കുന്നതാണ് നോമ്പ് ടൈമിൽ. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ അടുത്ത മൂന്നാമത്തെ ഐറ്റവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് ബ്രെഡ് കോട്ടിങ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മറ്റേ സെയിം സമൂസയല്ല, അല്ലാതെ വേറെ മസാല തന്നെയാണ്. അതിൻ്റെ കണ്ടതുണ്ട് നല്ല ചീസി ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പിസയും ഇങ്ങനെയാണ്, നല്ല ചീസി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മൂന്ന് ഞാനിത് കണക്കൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതും നല്ല ചീസാണ്. ഇതും നമ്മുടെ സ്വീറ്റ്സിൻ്റെ സമൂസ ലീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് റോൾ ചെയ്തെടുത്തതാണ്. ഇത് മൂന്നാമത്തെ ഐറ്റം പിന്നെ പറയണ്ടല്ലോ, ബ്രെഡിനകത്ത് റോൾ ചെയ്തെടുത്തതാണ്. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ബാക്കി റെസിപ്പീസും കാര്യങ്ങളും ഞാൻ അല്ലാതെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ളത്. അവിടെ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഫ്താർ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.